ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 2025 ALPക്ക് വേണ്ടിയിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ആ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം എന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് RRB അപ്ലൈ എന്ന് പറഞ്ഞ സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് RRBയുടെ സൈറ്റിൽ നിന്നും നമുക്ക് ALPക്കായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പക്കൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നതിനെ റിലേറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളത് കാണുക. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ അത്രയും ഡോക്യുമെന്റ്സ് കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആവുകയുള്ളൂ. അപ്പൊ അത് ആ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇങ്ങനൊരു വിൻഡോ ആണ്. ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈ സൈറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ റെയിൽവേ എക്സാംസിന് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നമുക്ക് ആ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ത്രൂ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സാധിക്കും. അതല്ല, നമ്മൾ പുതിയതായിട്ട് ഫസ്റ്റ് ടൈം റെയിൽവേക്ക് എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് നോക്കാം ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് വരുന്നതെന്ന്. നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഈ വിൻഡോ ഓപ്പൺ ആവുമ്പോൾ നമ്മുടെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അതേപോലെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഇതെല്ലാം റീടൈപ്പ് വീണ്ടും റീഎൻട്രി ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതേപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ OTP വരുന്നത് ആ ഇമെയിൽ ഐ ഡിയിലും ആ മൊബൈൽ നമ്പറിലും ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അതിനുശേഷം വരുന്നത് ആധാർ വെരിഫിക്കേഷൻ ആണ്. ആധാർ വെരിഫിക്കേഷൻ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആധാർ വെരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആധാർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് ആണോ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആധാർ വെരിഫിക്കേഷൻ കൂടി ചെയ്യുക. എന്നിട്ട് പാസ്വേഡ്, നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് വരുന്നത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷനിലേക്ക് പോകാം. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്, ലോഗിൻ വിത്ത് ആധാർ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട്. ലോഗിൻ വിത്ത് ആധാർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അപ്പം അതിലേക്ക് ആ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. നമുക്ക് അങ്ങനെ ലോഗിൻ ചെയ്യാം. അല്ലാതെ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് അത് കൊടുക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയോ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു പാസ്വേഡ് ഉണ്ട്, ആ പാസ്വേഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2 ഫാക്ടർ ഒതന്റിക്കേഷൻ വരും. അതായത് ഫോണിലേക്ക് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫോണിലേക്ക് OTP സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. നമുക്ക് ഫോണിൽ OTP വരുന്നതാണ്. അത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റാണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഇതിലേക്ക് പോകാം. നമ്മൾ ഒരു പോസ്റ്റിലേക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് നോക്കുക. ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത എക്സാംസിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അല്ല, പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കാണിക്കില്ല. പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ചെല്ലുക. ഈ ALPക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനൊരു സെക്ഷൻ വരും. അതിൽ ഏത് സോൺ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്കറിയാം, നമ്മൾ സോൺ അനാലിസിസും ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏത് സോൺ ആണോ വേണ്ടത് ആ സോൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, I am not currently debarred any RRB or RRC. നമ്മൾ RRB എക്സാംസ് ഒന്നും ഡിബാർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ടിക്ക് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാണിക്കും അക്കൗണ്ട് ഈസ് വെരിഫൈഡ് വിത്ത് ആധാർ കാർഡ്. ഇപ്പൊ ആധാർ കാർഡോട്ട് വെരിഫൈ ചെയ്യാത്ത അക്കൗണ്ട് ആണെങ്കിൽ അതും അവിടെ കാണിക്കും, വെരിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ കൊടുത്ത് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. ഇത് ഓൾറെഡി നേരത്തെ അപ്ലൈ ചെയ്തതായതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നാഷണാലിറ്റി, അതേപോലെ നെയിം, നമ്മുടെ നെയിമും നമ്മുടെ SSLCയിലെ നെയിമും ആധാർ കാർഡിലെ നെയിമും കറക്റ്റ് ആയിട്ട് മാച്ച് ആണോ എന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ
സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോക്കണം. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ALPയുടെ ഷോർട്ട് നോട്ടീസിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, എങ്കിൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആവുകയുള്ളൂ. അത് കഴിഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചോയ്സ് ഓഫ് എക്സാമിനേഷൻ ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഏത് ലാംഗ്വേജിൽ വേണം എക്സാം എഴുതാനെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, കന്നഡ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പെർമനന്റ് വിസിബിൾ മാർക്ക് ഓൺ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. അത് രണ്ടിടത്തുണ്ട്, അത് രണ്ടിടത്തും ഫില്ല് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് മദർ ടങ് ചോദിക്കുന്നുണ്ട്, റിലീജിയൻ ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അതേപോലെ അഡ്രസ്സ്, പിന്നെ നമ്മുടെ മേജർ ടൗൺ ഏതാണെന്ന്, പിൻകോഡ്, അങ്ങനെ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻ കേസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ വീണ്ടും അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ്മാൻ, ആർ യു ആൻ എക്സ് സർവീസ്മാൻ, ആർ യു EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ, ആർ യു ആൻ എംപ്ലോയി ഓഫ് ഇന്ത്യൻ റെയിൽവേ, നെയിം ഓഫ് ദി കറന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻ കേസ് അവിടെ എസ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ അതിന്റെ കറന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണ്. അതായത് നമ്മൾ റെയിൽവേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ഫീസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ റീഫണ്ട് ആവും. എക്സാം എഴുതിയില്ലെങ്കിൽ അത് കിട്ടില്ല. നമ്മൾ CBT 1 അപ്പിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന ആ ഫീസ് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത് ചോദിക്കുന്നത്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഫോൾഡർ ആണ്. അപ്പോൾ ആ ഒരു ടാബിൽ വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത് ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ ആണെന്ന്. 3 ഇയർ ഡിപ്ലോമ, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ITI. നമ്മൾ ഓൾറെഡി 10th കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി ഏതാണോ, നമുക്ക് ALPക്ക് വേണ്ടിയിട്ട് ഡിപ്ലോമ, ITI, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഈ 3 ക്വാളിഫിക്കേഷൻ ആണ് 10th കൂടെ വേണ്ടത്. അപ്പൊ അതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന്റെ ട്രേഡും അതേപോലെ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി, ഡേറ്റ് ഓഫ് പാസിംഗ്, പെർസെന്റേജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതേപോലെ SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ റോൾ നമ്പറും സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ടാബാണ്. അപ്പൊ നമുക്ക് അതിൽ അവർ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചായിരിക്കണം നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോട്ടോയുടെ സൈസ് 100 KB to 150 KB ആയിരിക്കണം. അതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നമുക്കിവിടെ റിജക്റ്റബിൾ ഫോട്ടോസിന്റെ ഒരു സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് റിജക്റ്റ് ആവും. നമ്മുടെ കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മുടി മുന്നിലേക്ക് ഇടരുത്, ക്യാപ്പ് യൂസ് ചെയ്യരുത്, അതേപോലെ സൺഗ്ലാസസ് യൂസ് ചെയ്യരുത്, അതേപോലെ ചരിഞ്ഞു നിന്ന് ഫോട്ടോസ് എടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കറക്റ്റ് ഫോർമാറ്റ് ഇതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതേപോലെ സിഗ്നേച്ചറും കറക്റ്റ് ആയിട്ട് റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം സിഗ്നേച്ചർ വരേണ്ടത്, ബ്ലോക്ക് ലെറ്റേഴ്സിലല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളത് ഇവിടെ നമ്മുടെ ഫയൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് അവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് സൂം ചെയ്ത് ആ ഒരു ഫിറ്റില് നമുക്കത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക. സിഗ്നേച്ചർ സെലക്ട് ചെയ്യുമ്പോൾ അതും കറക്റ്റ് ആയിട്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതും ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നെക്സ്റ്റ് സേവ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് എലിജിബിൾ പോസ്റ്റ് ആണ്. അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. അപ്പൊ നമുക്കത് സെലക്ട് ചെയ്യാം. നമ്മൾ മറ്റ് എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് JEE, NTPC പോലുള്ള എക്സാമുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ അത് പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ പോസ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പോസ്റ്റേ ഉള്ളൂ, നമ്മളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെ ടിക്ക് ചെയ്യുക. I have exercised and checked my order of post preference for the post I am interested to apply. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ JEEക്കും NTPCക്കും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പോസ്റ്റ് പ്രിഫറൻസ് വരാറുണ്ട്. അപ്പൊ നമ്മളത് കറക്റ്റ് ഓർഡറിലാണോ കൊടുത്തത്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് കൊടുത്തത് എന്നുള്ളൊരു ഇതാണ് അത് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ ട്രേഡ്, ഏത് ട്രേഡ് ആണോ അത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, അതായത് ട്രേഡ് സെലക്ട് ചെയ്യുക. അതായത് പാർട്ട് ബി, CBT 2ന്റെ പാർട്ട് ബിക്കായിട്ടുള്ള എക്സാം ട്രേഡ് ആണ് അവർ ചോദിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞ് വരുന്നത് ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് പ്ലേസ് കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കാണാം. അപ്പൊ നമുക്ക് പ്രിവ്യൂവിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ പ്രിവ്യൂവിൽ നോക്കാം. അപ്പൊ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ നെയിമും ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ആധാർ വെരിഫൈഡ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, നമ്പര്, അതേപോലെ നമ്മുടെ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, ക്വാളിഫിക്കേഷന്, അതേപോലെ ബാങ്ക് ഡീറ്റെയിൽസ്. നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് ടിക്ക് ചെയ്യാം. ഐ ഹാവ് റീചെക്ഡ് ദ എബോവ് ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പോകുന്നത് നമ്മൾ പേയ്മെന്റ് സെക്ഷനിലേക്കാണ്. നമ്മൾ പേയ്മെന്റ് കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. നമ്മൾ പ്രിവ്യൂ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് പിന്നീട് ആ ആപ്ലിക്കേഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഇതാണ് നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്കത് പേയ്മെന്റ് കൊടുക്കാം. നമുക്ക് ഗൂഗിൾ പേ ത്രൂവോ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻസ് വഴി, ഏത് UPI ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കും. അതേപോലെ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും എല്ലാം ത്രൂ നമുക്ക് പേയ്മെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണോ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതായത് 250 ആണെങ്കിൽ 250, 500 ആണെങ്കിൽ 500, ആ രീതിയിൽ പേയ്മെന്റ് കൊടുക്കുക. എന്നിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഇത്രയും പ്രോസസ്സ് ഈ സബ്മിറ്റ് വരെ, ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സബ്മിറ്റ് വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് എക്സാം ഫീസ് പിന്നീട് പേ ചെയ്യാം എന്ന് വിചാരിച്ച് നിർത്തിയിട്ട് പോകും. പക്ഷെ നമ്മളത് മറന്നു പോകും. അപ്പൊ എക്സാം ഫീസിന്റെ ടൈമും കഴിഞ്ഞു പോകും. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫീ അടയ്ക്കാത്തിടത്തോളം നമ്മുടെ ആപ്ലിക്കേഷൻ വാലിഡ് ആവില്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫീ കറക്റ്റായിട്ട് അടച്ചെന്ന് എല്ലാവരും ഉറപ്പ് വരുത്തണം. ഇങ്ങനെയാണ് നമ്മളൊരു ALPയുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് CBT1, CBT2, പാർട്ട് A, പാർട്ട് B അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ALP ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ കാണും. അതേപോലെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ് ഉണ്ട്. അതേപോലെ PYQ സെഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അതേപോലെ വർക്കൗട്ട് സെഷന്, വീക്കിലി ടെസ്റ്റുകൾ. അങ്ങനെ നിങ്ങൾക്ക് ALP ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ALP ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.